ശ്രീ ജോസഫ് സി മാത്യു, ഈ താരങ്ങളോടും അതുപോലെ താരസംഘടനയായ അമ്മയോടുമൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി CPM വിധേയപ്പെട്ട് നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. ഈ പല അർഹരായ വ്യക്തികളെയും ഈ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവുമൊക്കെ കൃത്യമായി നടത്തി വന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് നൂലുകളിൽ കെട്ടിയിറക്കി ഇവരുടെ താരപരിവേഷത്തെ പ്രയോജനപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യവുമൊക്കെ താങ്കൾ ഈ ചർച്ചയിൽ ഉന്നയിച്ചു. അങ്ങനെ ഒരു താല്പര്യം, ചിലരുടെ താല്പര്യം മുകേഷിനെ പോലെ താരപരിവേഷമുള്ളവരുടെ മേൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണോ മുകേഷ് ഈ നിലയ്ക്ക് ഇത്ര ഗുരുതരമായ ബലാത്സംഗ കുറ്റമടക്കമുള്ള ആരോപണങ്ങൾ നേരിടുമ്പോഴും സംരക്ഷിക്കപ്പെടുന്നത്? ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന പണം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകിയിരിക്കുന്നത് മുകേഷിനാണെന്നൊരു കണക്ക് വന്നിട്ടുണ്ട്. 78 ലക്ഷം രൂപ നൽകിയിരിക്കുന്നു. മാത്രമല്ല, അർഹരായ പലരും ഉണ്ടായിട്ടും അവരെയെല്ലാം മാറ്റി നിർത്തി ആദ്യം നിയമസഭയിലേക്ക്, പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ വീണ്ടും മുകേഷിനെ തന്നെ കൊല്ലം മണ്ഡലത്തിൽ നിർത്താൻ ഉള്ള തീരുമാനം, ഇതൊക്കെ ഇങ്ങനെ ചിലരുടെ താല്പര്യങ്ങൾക്കും മേൽക്കോയ്മ കിട്ടുന്നത് കൊണ്ടാണോ ഇവിടെ സംഭവിക്കുന്നത്? അതിൻ്റെ ഭാഗമായിട്ടാണോ മുകേഷ് സംരക്ഷിക്കപ്പെടുന്നത്? ഗോപി, തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയമായ താല്പര്യം കൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ വേറൊരു MLA-യുടെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ അൻവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെതിരെ ADGP-ക്കെതിരെ ഒക്കെ വരെ എത്തിക്കഴിഞ്ഞു ആരോപണ ശരങ്ങൾ. അത് നടക്കട്ടെ. ഞാൻ പറയുന്ന അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അല്ലെങ്കിൽ വിജയിക്കാൻ കഴിയാത്തൊരു മണ്ഡലത്തിൽ വിജയിക്കാനാണെന്നുള്ളൊരു ന്യായമെങ്കിലും സ്വകാര്യ സംഭാഷണങ്ങളിലെങ്കിലും ഇവർ പറയും. അത് വേദിയിൽ അതിനുവേണ്ടി രാഷ്ട്രീയത്തെ ഡൈല്യൂട്ട് ചെയ്തെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ വിന്നബിലിറ്റി എന്ന് വിചാരിക്കുക. ഇത് അങ്ങനെ പോലും ഇല്ലല്ലോ. കൊല്ലം പോലെ വളരെ സുരക്ഷിതമായൊരു മണ്ഡലത്തിൽ വളരെ മുതിർന്നൊരു നേതാവിനെ റീപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചാൽ കൊണ്ടുവരേണ്ട ഒരു സ്ഥാനാർത്ഥിയെ അല്ല മുകേഷ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ അല്ലെങ്കിൽ തന്നെ ആരെ നിർത്തിയാലും അവർക്ക് ജയിപ്പിക്കാൻ പാർട്ടിക്ക് കഴിയേണ്ടതാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയേതരമായ കാരണങ്ങളാൽ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു ഭരണവർഗമുണ്ട്. അതിൽ ഭരണകക്ഷിയും പ്രതിപക്ഷത്തെ നേതാക്കന്മാരും ചില കച്ചവട പ്രമുഖന്മാരും ചില സിനിമാ നടന്മാരും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു എലൈറ്റ് ക്ലബ്ബ് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ താല്പര്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കെട്ടിയിറക്കലുകളെല്ലാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് എന്റെ ബോധ്യമായിരിക്കാം. അല്ല, മറിച്ചാണ് അതിന് ചില കാരണങ്ങളുണ്ട് എന്ന് ഇവർ പറയട്ടെ. കേരളത്തിലെ ജനങ്ങളോട് പറയട്ടെ. കേരളത്തിലെ ജനങ്ങളോട്, ഇടതുപക്ഷ പ്രവർത്തകരോട് പറയട്ടെ. പാർട്ടി ബന്ധുക്കൾ എന്ന് പറഞ്ഞ് ഈ അവരോധിക്കപ്പെടുന്നവർ ആരാണെന്നുള്ളത് പറയട്ടെ. അപ്പോൾ ഇതെല്ലാം വ്യക്തമാകും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമാ മേഖല എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിലെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥ ഇതുപോലെ ഒരു വളരെ ചൂഷക വ്യവസ്ഥയായിട്ട് നിൽക്കുകയാണ് എന്നുള്ള കണ്ടെത്തലുകൾ കഴിഞ്ഞ 4.5 വർഷമായി ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ കയ്യിൽ, CPM-ന്റെ PB അംഗമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഇവർ ഒരു നടപടിയും എടുക്കുന്നില്ല. 1981 കേന്ദ്ര ആക്ട് പ്രകാരം, സിനിമ വർക്കേഴ്സ് ആക്ട് പ്രകാരം ഉള്ളതാണ് ഇവർക്ക് കോൺട്രാക്ട് വേണമെന്ന്. കോൺട്രാക്ട് വേണമെന്നല്ല പറഞ്ഞത്, കോൺട്രാക്ട് ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനെ നിരോധിക്കുന്നു എന്നാണ് അതിന്റെ സബ് ടൈറ്റിൽ. പ്രൊഹിബിഷൻ ഓഫ് വർക്കിംഗ് വിത്തൗട്ട് എ കോൺട്രാക്ട്. കോൺട്രാക്ട് ഇല്ല, അതിൽ വ്യവസ്ഥയില്ല. അതിൽ ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നുണ്ട്, അതില്ല. അവിടെ അതേ വർഷം തന്നെ ഒരു സിനിമ വർക്കേഴ്സ് സെസ് ആക്ട് ഉണ്ട്. അതനുസരിച്ച് ഓരോ നിർമ്മാതാവും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അതെല്ലാം മാറ്റിയിട്ട് ഇവരുടെ ചില കൈനീട്ടം, ആ പദപ്രയോഗം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, വളരെ ഫ്യൂഡലായിട്ട് ഇവരുടെയൊക്കെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടവരാണ് ഈ അവശ്യ കലാകാരന്മാർ വാർദ്ധക്യത്തിലും ഒക്കെ എന്ന് വരുത്തി തീർക്കുന്ന ഈ സംവിധാനം ആർക്ക് വേണ്ടിയാണ്? സംസ്ഥാന സർക്കാർ വന്ന കൾച്ചറൽ വർക്കേഴ്സിന്റെ സെസ്സിലും ഈ സംഘടനകളെ അവരോധിച്ച് അവർ വഴി വരണമെന്ന് നിർബന്ധിക്കുന്നതിനാണ്. ആ സംഘടനകളിലെ അംഗത്വത്തിന്റെ കുറിച്ചുള്ള ആരോപണമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാർ അവർക്കിങ്ങനെ ഔദ്യോഗികമായി ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എഴുതി കൊടുത്ത പരാതികളും ആ കമ്മിറ്റിയുടെ കണ്ടെത്തലും സഹിതം ഒരു റിപ്പോർട്ട് കയ്യിലിരിക്കുമ്പോൾ പോലും അതിന്മേൽ നടപടിയെടുക്കാത്തതിന്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇന്റേണൽ കമ്മിറ്റികൾ അപര്യാപ്തമാണ്? ജസ്റ്റിസ് ഹേമ പറയുന്നത് ഇത് സബ്ജുഡീസ് ആകും, അതിപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെങ്കിൽ പോലും പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് ഇത് അങ്ങനെ വെച്ചാൽ പറ്റില്ല എന്ന് പറയുന്നിടത്ത് ഇതിന് ശേഷം ഈ റിപ്പോർട്ടിന്മേൽ ഈ കോലാഹലമൊന്നും വേണ്ട, ഇവരെ ഒന്നും നടപടിക്ക് വിധേയരാക്കുന്നില്ല എന്ന് സർക്കാർ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. അത് തെറ്റാണ്, എങ്കിലും അങ്ങനെ വിചാരിക്കുന്നു എന്ന് കരുതുക.
ഇനിയും അങ്ങനെ സംഭവിക്കരുത് എന്ന് പോലും കരുതാത്ത ഇവര് എന്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ് പറയുന്നത്, എന്ത് വനിതാക്ഷേമത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇത് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? എന്നിട്ട് ഒരു 7 IPSകാരുടെ ഒരു ടീം ഉണ്ടാക്കിയിരിക്കുക. അവരുടെ കയ്യിൽ ഈ ഹേമ കമ്മിറ്റിയുടെ 60 പേജ് കൊടുത്തോ? അതോ എഴുതി സർക്കാരിന്റെ കയ്യിൽ കൊടുത്ത പരാതിയേക്കാൾ സാങ്കത്യം സോഷ്യൽ മീഡിയയിൽ കൂടെ വിളിച്ചു പറയുന്നതിനാണെന്ന് വല്ല വകുപ്പുണ്ടോ? ഒരു കൊഗ്നിസബിൾ ഒഫൻസ് കയ്യിൽ വന്നാൽ എങ്ങനെയാണ് ഇവരത് പോലീസിന് കൈമാറാതിരിക്കുന്നത്? എങ്ങനെയാണ് FIR ഇടാതിരിക്കുന്നത്? ഈ ആരോപണങ്ങളുടെ മേലിൽ ഇവരിയ്ക്കുന്നത് ഇല്ലീഗലാണ്. ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് കഴിഞ്ഞ 4.5 വർഷമായിട്ട്. ജസ്റ്റ് പറഞ്ഞിട്ട് ഞാനൊരു ഇടവേളയിലേക്ക് പോകും. ശ്രീ ജോസഫ് സി മാത്യു, അക്കാര്യത്തിൽ DGPക്ക് ഈ കാര്യങ്ങളൊക്കെ, അതായത് ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ DGPക്ക് അന്ന് കൈമാറുകയും DGP നിലവിൽ ആരെങ്കിലും പരാതികളായി, അതായത് പരാതിക്കാരായി രംഗത്ത് വരാത്തിടത്തോളം കാലം എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്നൊന്നുമുള്ള സ്ഥലമോ കാലമോ ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ലാത്ത കേവലം മൊഴികളായി ഈ ആരോപണങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള നിയമപരമായ സാഹചര്യം ഇല്ല എന്ന് സർക്കാരിനെ അറിയിച്ചു എന്നാണല്ലോ നമുക്ക് കിട്ടിയ വിവരം. തെറ്റാണ്. നിങ്ങൾ പറയുന്നത് ആ ഹേമ കമ്മിറ്റിയുടെ 53ാമത്തെ പാരഗ്രാഫ് വായിച്ചാൽ അതിൽ കൃത്യമായ എവിഡൻസോടുകൂടി അവരതിന്റെ പാരഗ്രാഫ് പറയുന്നത് നോട്ട് ഓൺ ഹിയർസേ ബട്ട് ബേസ്ഡ് ഓൺ എവിഡൻസ് എന്നാണ് അതിന്റെ തലക്കെട്ട്. അതെ. അപ്പൊ ഈ നിയമങ്ങളെ കുറിച്ച് അറിയാവുന്ന ജസ്റ്റിസ് ഹേമ പറയുന്നു, കേട്ടുകേഴ്വിയല്ല ഞാൻ ഈ കുറിച്ചിരിക്കുന്നത്, ഇത് കൃത്യമായ എവിഡൻസിന്റെ പുറത്താണ്. ആ എവിഡൻസുകൾ ദാണ്ട സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് A1 മുതൽ 21 വരെ, B1 മുതൽ 81 വരെ എന്ന് പറഞ്ഞ് അക്കമിട്ട് ഗവൺമെന്റിന്റെ കൊടുത്ത തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ്. ഒരു DGP അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാൻ വഴിയില്ല. DGP അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രതി ചേർക്കണം. ഇത് തെറ്റാണ്, കൊഗ്നിസബിൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, അപ്പുറത്തെ പറമ്പിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഇവർ കേസ് രജിസ്റ്റർ ചെയ്യില്ലേ? അതോ അതിന്റെ നാൾ വഴിയും ആളും വന്ന് കോടതി പറഞ്ഞാലേ ഇവർ കേസ് രജിസ്റ്റർ ചെയ്യുള്ളൂ? ഇവരാരോടാണ് ഈ പറയുന്നത്? അതോ ഈ മേലാളന്മാർക്ക് മാത്രം വേറെ ഒരു നിയമമുണ്ടോ? കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് നിയമത്തെക്കുറിച്ചുള്ള വിജ്ഞാനമാണോ അതോ അവരെ അജ്ഞതയിലേക്ക് നയിക്കാനാണോ ശ്രമിക്കുന്നത്? ഇവരൊന്ന് വ്യക്തമാക്കട്ടെ, ഇത് എന്താണ് കൊഗ്നിസബിൾ ഒഫൻസും മറ്റേതും തമ്മിലുള്ള വ്യത്യാസം?